UAE നോമ്പ് തുറക്ക് ബിരിയാണി, അതായത് നല്ല അടിപൊളി മന്തി കിട്ടുന്ന, നല്ല നോമ്പ് തുറക്ക് ബിരിയാണി കിട്ടുന്ന ഒരു 5 പള്ളിയെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് എന്ത് ആവേശല്ലേ ബിരിയാണി വെക്കുമ്പോ അറിയാൻ വേണ്ടി, എന്ത് ആവേശം. ഇപ്പൊ റമദാനില് വേറെ ഈ സൽക്കർമ്മ, നല്ല 5 സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്യണമെന്ന് കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴേ സ്കിപ്പ് അടിച്ച് പോയിട്ടുണ്ടാവും. ബിരിയാണി നേക്കുമ്പോൾ ഒരു ആവേശത്തോടെ സ്കിപ്പ് അടിക്കാതെ കണ്ടല്ലേ. എന്തെങ്കിലും സ്കിപ്പ് അടിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം, ബേജാറാവണ്ട. ഒന്നാമത്തെ പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ബിരിയാണി കഴിക്കാൻ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് വേണം ഇപ്പൊ എനിക്കെന്ത് കിട്ടാൻ. ഇങ്ങനെ ബിരിയാണി അങ്ങനെ കഴിക്കണ്ട. ഒരു പള്ളിയില്ല, എല്ലാം നിങ്ങൾ അടുത്ത ഏതാണ് പള്ളിയുള്ള ആ പള്ളിക്ക് പോയിട്ട് കഴിച്ചാൽ മതി. ഇങ്ങനെ ഈ പെട്രോളും വണ്ടി കുറേ ചിലവാക്കി പോയിട്ട് അവിടെയുള്ള പാവപ്പെട്ട, അവിടെ റിസർവ്ഡായ ബംഗാളി പച്ചകൾക്ക് നിങ്ങളിങ്ങനെ പെട്രോളും കുടുംബക്കാരൊക്കെ വിളിച്ചു പോയിട്ട് അവിടെ ഇരുന്നിട്ടാണ് എന്തായി, അവിടെ ഉള്ള പാവങ്ങൾക്ക് അത് കിട്ടുന്നില്ല. അവർ ഒരുപാട് തിക്കും തിരക്കുണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി. എൻ്റെ അടുത്ത് നിങ്ങൾ എന്തിനുമായി പെട്രോൾ കത്തിച്ചിട്ട് ഇത്രയും പൈസ ഉണ്ടായിട്ട് എന്തിനാണ് അവിടേക്ക് പോകുന്നത്? ആ പൈസക്ക് പെട്രോൾ അടിക്കുന്ന പൈസക്ക് ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് പാങ്ങല കഴിച്ചുകൂടെ പോയി നല്ല അന്തസ്സോടെ. അതുപോലെ അടുത്തുള്ള പള്ളിയിൽ ബിരിയാണി കിട്ടുന്ന ബിരിയാണി, അല്ലെങ്കിൽ എന്ത് കിട്ടുന്ന അങ്ങ് നോമ്പ് പറഞ്ഞിട്ട് നിസ്കാരത്തിന് ഗൗരവം കൊടുക്കും, ജമാഅത്തിന്. നിങ്ങൾ ഈ പള്ളി ഇപ്പോൾ ഷാർജ ഗ്രാൻഡ് മോസ്കിലൊക്കെ 6 മണിക്ക് പോയെങ്കിൽ നമുക്ക് അവിടെ നോമ്പ് തുറക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം 5 മണിക്ക് പോയി അവിടെ ഫുള്ളായി. എല്ലാവരും ഫാമിലിയോട് ഇങ്ങനെ പോവന്നെ അല്ലേ. എന്നിട്ട് തറാവി കിട്ടുന്ന ജമാഅത്ത് മഗ്‌രിബ് ഇല്ല, ഇങ്ങനെ ഫുഡ് ബിരിയാണി. ഇതൊരു ബിരിയാണിൻ്റെ മാസം തക്കുവ കരസ്ഥമാക്കാനാണ് റമദാൻ നമ്മൾ പഠിപ്പിച്ചത്. നമ്മളെന്താണ് ഈ ഒരു മാസം കൊണ്ട് കരസ്ഥമാക്കുന്ന? ബിരിയാണി കൊണ്ടുണ്ടായ കുറേ വയറുകളും. പിന്നെ ആക്ച്വലി റമദാൻ വരുമ്പോൾ എന്താണ് നമ്മൾ തടി കുറേണ്ട കൂടുകയാണ് അല്ലേ, അടിച്ച് കയറ്റന്നെ. നോമ്പ് തുറന്നിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ നിങ്ങൾ ആരെ ബേജാറാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ വെറും ആ പാവപ്പെട്ട ബംഗാളികൾ അവർക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കുക. അവർ കഴിക്കട്ടെ, അവർ കഴിക്കട്ടെ, നമുക്ക് പൈസ കൊടുത്തിട്ട് കഴിക്കാം, നമുക്ക് കിട്ടിയെങ്കിൽ കഴിക്കാം. അങ്ങനത്തെ ഒരു നിയത്തോടു കൂടി എന്താക്കുക നോമ്പ് തുറ കാണാം. നിങ്ങൾക്കിപ്പോൾ ബിരിയാണി പറഞ്ഞു തന്നിട്ട് എനിക്ക് കൂലിയൊന്നും കിട്ടാല്ല. ആ കൂലി എനിക്ക് വേണ്ടയും വേണ്ട. നിങ്ങൾ സൽക്കർമ്മം ചെയ്യ്, നിങ്ങൾ ഖുർആൻ ഹത്തം തീർക്കി, ഒരുപാട് ദിക്റ് ചൊല്ലി. നിങ്ങൾ 2 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞില്ലേ, ഡ്യൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ബാച്ചിലർ റൂമാണെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ തന്നെ എന്താക്കുക, ബിരിയാണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ എണ്ണപ്പൊരി, അങ്ങനെ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ട് അവിടെ സ്വസ്ഥയോടെ ഇരുന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് കഴിച്ചൂടെ? അതല്ലേ അതിൻ്റെ ഒരു ബർക്കത്ത് എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾ അഭിപ്രായം പറയാം.